നമുക്കിന്ന് ഗ്യാസും സമയം ലാഭിച്ചുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പം ഞാൻ മുട്ടയും പഴവും പുഴുങ്ങുകയാണ്, ഒന്നിച്ചാണ് പുഴുങ്ങുന്നത്. അപ്പം ഇതാണ് മുട്ട വയ്ക്കാനുള്ള സാധനം. അപ്പം വെള്ളത്തിലേക്ക് ഇത് മുട്ടാതിരിക്കാൻ വേണ്ടി, ഇത് മേടിച്ചവർക്കൊക്കെ അറിയാം, ഇത് ഒരല്പം വെള്ളത്തിലേക്ക് മുട്ടിയിരിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു, പൂ പോലെ ഇരിക്കുന്നത്. അതിനാണെങ്കിൽ അടിയിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പുഴുങ്ങാനുള്ള പഴം ഇതിനകത്തേക്ക് ആദ്യം വയ്ക്കും. പഴത്തിൻ്റെ ചുവടൊക്കെ കണ്ടിച്ച് വെച്ചു. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ 4 മുട്ടയും കൂടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ മുട്ടയും പഴവും നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഈ വാഷറിട്ട് ഇത് അടയ്ക്കാം. മുട്ടയും പഴവും ഇതിനകത്ത് വെച്ചു. നമുക്ക് കൂടുതൽ പഴം പുഴുങ്ങണമെങ്കിൽ 2 പഴം കൂടെ വെക്കാം, അല്ലെങ്കിൽ മുട്ട കൂടെ വെക്കാം. മുട്ട കൂടുതൽ പുഴുങ്ങി നോക്കുന്നൊരു കുഴപ്പമില്ല. നാളത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ ഒരല്പം ചെറു ചൂടുവെള്ളത്തിലേക്ക് പൊളിക്കാതെടുത്ത് വയ്ക്കണം. പൊളിച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിലേക്ക് എടുത്ത് ഇട്ടാൽ മതി. നമുക്ക് ഇഡ്ഡലി പാത്രത്തിലും ഇത് തന്നെ ചെയ്യണം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ ചെയ്യുമ്പം കുറച്ചും കൂടെ കൂടുതൽ സമയമെടുക്കും. സമയം 7:25. നമുക്ക് ഇന്ന് തീ കത്തിച്ച് കൊടുത്തു, വെയിറ്റ് ഇട്ടു. ഇനി ഇത് എത്ര സമയം കൊണ്ട് വിസിലടിക്കുമെന്ന് നമുക്ക് നോക്കാം. വിസിലടിച്ചു. നമുക്ക് തീ ഓഫാക്കാം. സമയം നോക്കാം. 31. 6 മിനിറ്റ് എടുത്തുള്ളൂ ആ ഒരു കപ്പ് വെള്ളം തിളച്ച് വിസിലടിക്കും. അപ്പോൾ നമ്മൾ 6 മിനിറ്റും കൊണ്ട് ഇപ്പോൾ വെന്തു. ഇനി നമുക്ക് 1 മിനിറ്റ് 1 സെക്കൻഡ് കൊണ്ട് ഇച്ചിരി കാറ്റ് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വെന്തോളും. പക്ഷേ ഒരല്പ സമയം അവിടെ തന്നെ ഇരിക്കണം. നമുക്ക് 2 മിനിറ്റായി കാറ്റൊന്ന് കളഞ്ഞ് നോക്കാം. മുഴുവൻ കാറ്റ് കളയാനിരുന്ന് ചിലപ്പോൾ മുട്ട വെന്ത് പോവും, പഴം വെന്ത് പോവും. മുട്ടയും പഴവും കണ്ടോ? ഇനി നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമുക്ക് മുട്ടയും പഴം ഒന്ന് എടുത്ത് നോക്കാം. പഴവും വെന്തിട്ടുണ്ട്. പഴം ചൂടാറിപ്പോവാതെ നമുക്ക് മൂടി വയ്ക്കാം. മുട്ടയൊന്ന് പൊളിച്ച് നോക്കാം. കണ്ടോ? 5 മിനിറ്റിൽ നമ്മൾ മുട്ടയും പഴവും പുഴുങ്ങിയെടുത്തു. അടുത്തടുത്തല്ലേ കണ്ണിരുന്ന് വിസിലടിച്ചിരുന്നു. ഓഫാക്കിയില്ല. 1 മിനിറ്റോടെ കഴിഞ്ഞിട്ട് പൊളിച്ചാലും മതി. പക്ഷേ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് പൊളിച്ചതാണ്. വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തണുത്തിട്ട് പൊളിച്ചാൽ മതി. ഒരെണ്ണം ഞാൻ പൊളിച്ചു. ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിക്കാം. ഒരു മുട്ട പൊളിച്ചെടുത്ത് മുറിച്ചെടുത്തു. അടുത്തരം പൊളിച്ചു തുടങ്ങി. നമ്മുടെ പഴം ഒന്നിനൊരു കുഴപ്പമില്ല. 2 എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് 4 ഒന്ന് പൊളിച്ച് ചൂടുവെള്ളത്തിലിട്ടാൽ 2 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ടുണ്ട്. നമുക്ക് പൈപ്പിലെ ഹോട്ട് വാട്ടർ ടാപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിലിട്ടാലും മതി. അപ്പം നമ്മൾ 5 മിനിറ്റിൽ പുഴുങ്ങിയെടുത്ത മുട്ടയും പഴം ഒന്ന് അടുത്ത് കിടക്കും. അപ്പം സമയം ലാഭിക്കാം, ഗ്യാസ് ലാഭിക്കാം, ഒരുമിച്ച് പുഴുങ്ങാം. മുട്ടയും പഴവും 5 മിനിറ്റിൽ പാകമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.